ഹായ്, എല്ലാവർക്കും ട്രേഡിംഗ് ഇൻസ്പയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാലോ, ഡൊണാൾഡ് ട്രംപ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പല വിവാദകരമായ തീരുമാനങ്ങളും പ്രസ്താവനകളും നടത്തിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങൾ ചിലർക്ക് മെച്ചമായിരിക്കും, ചിലർക്ക് മണ്ടത്തരങ്ങളായിട്ടും തോന്നാറുണ്ട്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ട്രംപിൻ്റെ നയങ്ങൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ടേമിലും രണ്ടാം ടേമിലും ഇന്ത്യൻ ആഗോള വിപണികളിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സംരക്ഷണവാദം, ദേശീയത, ഇടപെടാതിരിക്കൽ എന്നിവയാൽ സവിശേഷമായ അദ്ദേഹത്തിൻ്റെ അമേരിക്ക ആദ്യം എന്ന അജണ്ട ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കും വെല്ലുവിളികളും അവസരങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. I will very simply put America first. ട്രംപിൻ്റെ നയങ്ങൾ ഇന്ത്യൻ വിദേശ വിപണികളെ എങ്ങനെ ബാധിച്ചു എന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കതിൽ ഒന്നാമത്തെ പോയിന്റ് നോക്കാം. വ്യാപാര നയങ്ങളും താരിഫുകളും, അത് നമ്മുടെ ഇന്ത്യയിൽ സൃഷ്ടിച്ച ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യാപാര കമ്മി കുറയ്ക്കുന്നതിൽ ട്രംപിൻ്റെ ശ്രദ്ധ ഇന്ത്യൻ കയറ്റുമതിക്ക്, പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ, രാസവസ്തുക്കൾ, ലോഹങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന താരിഫിന് കാരണമായി. 2024 സാമ്പത്തിക വർഷത്തിലെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 18% വരെ സംഭാവന ചെയ്യുന്ന US ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനമായിട്ട് വരുന്നത്. ഇന്ത്യൻ ചരക്കുകളുടെ താരിഫ് കയറ്റുമതിക്കാരെ സമ്മർദ്ദത്തിലാക്കും. എന്നാൽ ഉയർന്ന താരിഫുകൾ ഒഴിവാക്കാൻ ബിസിനസ്സുകൾ ചൈനയിൽ നിന്ന് വിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിക്കുന്ന ചൈന +1 എന്ന തന്ത്രത്തിൽ നിന്ന് ഇന്ത്യക്കും പ്രയോജനം ലഭിച്ചേക്കാം. ഇത് നമ്മുടെ ആഗോളതലത്തിലുണ്ടാക്കിയ ആഘാതം എന്താണെന്ന് നോക്കാം. US കയറ്റുമതിക്കാർ അഭിമുഖീകരിക്കുന്ന താരിഫുകൾക്ക് തുല്യമായ താരിഫുകൾ ചുമത്തുന്ന ട്രംപിൻ്റെ പരസ്പരമുള്ള താരിഫ് പ്ലാൻ ആഗോള വിപണിയിൽ അനിശ്ചിതത്വവും ചാഞ്ചാട്ടവും സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ നയം പ്രത്യേകിച്ച് ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെ നന്നായിട്ട് ബാധിച്ചു. ഇത് ആഗോള വ്യാപാരത്തിൽ പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾക്കും തടസ്സങ്ങൾക്കും വരെ ഇടയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ വരുന്ന രണ്ടാമത്തെ പോയിൻ്റാണ് H-1B വിസയും എമിഗ്രേഷൻ നയങ്ങളും എന്നത്. അത് നമ്മുടെ ഇന്ത്യയിലുണ്ടാക്കിയ ആഘാതങ്ങൾ നോക്കാം. ട്രംപിൻ്റെ കീഴിലുള്ള കർശനമായ H-1B വിസ നയങ്ങൾ US ആസ്ഥാനമായുള്ള പ്രൊജക്റ്റുകളെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യൻ IT സ്ഥാപനങ്ങളെ പ്രതികൂലമായിട്ട് ബാധിച്ചു. എന്നാലും ആത്മനിർഭർ ഭാരത്, അതായത് സ്വാശ്രയ ഇന്ത്യ പോലുള്ള സംരംഭങ്ങൾക്ക് കീഴിൽ ആഭ്യന്തരശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് ഇന്ത്യൻ കമ്പനികളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് ആഗോളതലത്തിലുണ്ടായ ആഘാതം നോക്കാം. ഇമിഗ്രേഷൻ നയങ്ങൾ കർശനമാക്കുന്നത് തൊഴിൽ ചെലവ് വർദ്ധിപ്പിച്ച് നൂതനത്വം കുറയ്ക്കുന്നതിലൂടെ US ബിസിനസ്സുകളെ ദോഷകരമായിട്ടും ബാധിക്കും. കാരണം കുടിയേറ്റക്കാർ തദ്ദേശീയരായ US പൗരന്മാരെക്കാൾ ഇരട്ടി നിരക്കിൽ ബിസിനസ്സുകൾ ആരംഭിക്കുമെന്ന് അറിയപ്പെടാം. മൂന്നാമതായി വരുന്നത് പ്രതിരോധവും തന്ത്രപ്രധാനമായ പങ്കാളിത്തവുമാണ് നമ്മുടെ ഇന്ത്യയിലുണ്ടായ ആഘാതം. അപ്പോച്ചെ ഹെലികോപ്റ്ററുകൾ, MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ എന്നിവ വാങ്ങുന്നത് പോലുള്ള പ്രധാന ഇടപാടുകൾക്കൊപ്പം ട്രംപിൻ്റെ രണ്ടാം ടേം US ഇന്ത്യ പ്രതിരോധ ബന്ധം വളരെ ശക്തിപ്പെടുത്തി. ഇന്തോ പസഫിക് മേഖലയിലെ ചൈനയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കുന്നതിൽ വർദ്ധിച്ച സഹകരണത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് നേട്ടം ഉണ്ടാകണമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആഗോളതലത്തിലെ ആഘാതമാണ് അടുത്തത്. സൈനിക വിൽപ്പനയിലും തന്ത്രപ്രധാനമായ സഖ്യങ്ങളിലും ട്രംപിൻ്റെ ഊന്നൽ ആഗോള പ്രതിരോധ ചലനാത്മകതയെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും അബ്രഹാം ഉടമ്പടി പോലുള്ള കരാറുകളിൽ നിന്ന് പ്രയോജനവും തേടുന്നുണ്ട്. ഇനി നാലാമതായി വരുന്നത് പുനരുപയോഗ ഊർജ്ജവും ഫോസിൽ ഇന്ധനങ്ങളുമാണ്. അത് നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രംപിൻ്റെ ഫോസിൽ ഇന്ധനത്തിന് അനുകൂലമായ നയങ്ങളും പുനരുപയോഗ ഊർജിത സാങ്കേതിക വിദ്യകളുടെ സാധ്യതയുമുള്ള താരിഫുകളും ഇന്ത്യയുടെ ഹരിത ഊർജ്ജ സംരംഭങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. US-ലേക്ക് സോളാർ മോഡ്യൂളുകൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികൾ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ ചൈനയിൽ നിന്ന് ഗണ്യമായ എണ്ണം സോളാർ സെല്ലുകൾ ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട്. അത് നമ്മുടെ ആഗോളതലത്തിൽ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ട്രംപിൻ്റെ ESG വിരുദ്ധ നിലപാട് പുനരുപയോഗ ഊർജ്ജത്തിലെ ആഗോള നിക്ഷേപത്തെ മന്ദഗതിയിലാക്കി. ഇത് പരമ്പരാഗത ഊർജിത മേഖലകളായ എണ്ണ, വാതകം എന്നിവയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അടുത്ത അഞ്ചാമതായിട്ട് വരുന്നതാണ് കറൻസിയും മൂലധന പ്രവാഹവും. അത് നമ്മുടെ ഇന്ത്യയിലുണ്ടാക്കിയ ആഘാതം. ട്രംപിൻ്റെ വളർച്ച അനുകൂല നയങ്ങൾക്ക്
കീഴിലെ ശക്തമായ US ഡോളർ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇറക്കുമതി കൂടുതൽ ചെലവേറിയതും പണപ്പെരുപ്പ സമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും രൂപയുടെ മൂല്യം കുറയുന്നത് ഇന്ത്യൻ കയറ്റുമതിയെ ആഗോളതലത്തിൽ നിന്ന് മത്സരത്തിലേക്ക് നയിക്കും. അടുത്തതാണ് നമ്മുടെ ആഗോള ആഘാതം എങ്ങനെ വരുന്നു നോക്കാം. ഉയർന്ന US ബോണ്ട് യീൽഡുകളും ശക്തമായ ഡോളറും ഇന്ത്യ ഉൾപ്പെടെ വളർന്നു വരുന്ന വിപണികളിൽ നിന്ന് മൂലധനം വലിച്ചെറിഞ്ഞു. ഇത് വിദേശ സ്ഥാപന നിക്ഷേപത്തിൻ്റെ പ്രവാഹത്തിലെ ചാഞ്ചാട്ടത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആറാമതായിട്ട് വരുന്നതാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളും വ്യാപാര യുദ്ധങ്ങളും എന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ചൈനയോടുള്ള ട്രംപിൻ്റെ കടുത്ത നിലപാട് ഇന്ത്യയെ ഒരു തന്ത്രപരമായ പങ്കാളിയാക്കി. ഉൽപ്പാദനത്തിലേക്കും പ്രതിരോധത്തിലേക്കും നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കുന്നുമുണ്ട്. എന്നാലും ഉയർന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ വിപണിയിലെ ചാഞ്ചാട്ടവും വർദ്ധിപ്പിക്കും. ആഗോള ആഘാതം എന്താണെന്ന് നോക്കാം. ചൈനയും മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര യുദ്ധങ്ങൾ ആഗോള വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പണപ്പെരുപ്പ സമ്മർദ്ദത്തിലേക്കും സാമ്പത്തിക അനിശ്ചിതത്വത്തിലേക്കും നയിക്കുന്നതുമാണ്. ഏഴാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മാണവുമാണ്. അത് നമ്മുടെ ഇന്ത്യയിൽ ചെലുത്തിയ സ്വാധീനം എന്തൊക്കെയാണെന്ന് നോക്കാം. ആഭ്യന്തര അടിസ്ഥാന സൗകര്യങ്ങളും ചൈനീസ് ഇറക്കുമതിക്കുള്ള താരിഫുകളിലും ട്രംപിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആഭ്യന്തര അടിസ്ഥാന സൗകര്യം, ഗതാഗതം, ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകൾക്ക് നേട്ടമുണ്ടാക്കിക്കൊണ്ട് ഉൽപ്പാദനം ഇന്ത്യയിലേക്ക് മാറ്റാൻ കമ്പനികളെ പ്രോത്സാഹിപ്പിച്ചു എന്നതാണ്. അത് നമ്മുടെ ആഗോളതലത്തിലുണ്ടാക്കിയ ആഘാതം നോക്കാം. ചൈനയിൽ നിന്നുള്ള വേർപിരിയൽ ഇന്ത്യ, വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും ആഗോള ഉൽപ്പാദന കേന്ദ്രങ്ങളെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിലും കാരണമായിട്ടുണ്ട്. ട്രംപിൻ്റെ നയങ്ങൾ ഇന്ത്യക്കും ആഗോള വിപണികൾക്കും വെല്ലുവിളികളും അവസരങ്ങളും സൃഷ്ടിച്ചു. സംവാദ നടപടികളും കർശനമായ ഇമിഗ്രേഷൻ നയങ്ങളും അപകട സാധ്യതകൾ സൃഷ്ടിക്കുമ്പോൾ ആഗോള വിതരണ ശൃംഖലയിലെ തന്ത്രപരമായ പങ്കാളിത്തവും മാറ്റങ്ങളും ഗണ്യമായ വളർച്ചാ സാധ്യതകൾ വാഗ്ദാനവും ചെയ്യുന്നു. നിക്ഷേപകരും നയരൂപീകരണക്കാരും ആഭ്യന്തര അടിസ്ഥാന സൗകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും ഉയർന്നുവരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ഈ സങ്കീർണമായ ഭൂപ്രകൃതി നാവിഗേറ്റ് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.